നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ ചുരുളഴിയുകയാണ്. അജിത് പവാറിൻ്റെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില പ്രധാന നേതാക്കളെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി സഞ്ജയ് റാവത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. BJPയിൽ ചന്ദ്രകാന്ത് പാട്ടീലടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ പല കാര്യങ്ങളിലും ഗോപ്യമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത്. BJPയിലെ പല പ്രമുഖരും കുടുങ്ങുമെന്നും വളരെ വൈകാതെ തന്നെ സുനേത്ര പവാറിന് കപ്പലിൽ തന്നെയാണ് കള്ളൻ എന്ന് പിടികിട്ടുമെന്നും സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ആ സഹോദരിയോട് വലിയ സഹതാപം തോന്നുന്നു. ഇത്തരത്തിൽ എന്തുകൊണ്ടായിരിക്കും സഞ്ജയ് റാവത്ത് പറയുന്നത്? നമുക്കറിയാം, അജിത് പവാർ അഴിമതിക്കാരനായ ഒരു നേതാവാണ്. കോടികളുടെ അഴിമതിയാണ് ബൃഹൻ മുംബൈ കോർപ്പറേഷനിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയതായി ആരോപണം വന്നത്. അതിനുശേഷം BJP നേതാക്കൾ പലരും അജിത് പവാറിനോട് വിലപേശൽ നടത്തിയതും അജിത് പവാർ പൊടുന്നനെ BJP സഖ്യവുമായി അടുക്കാനുണ്ടായ കാരണവും എല്ലാം തെളിവ് സഹിതം വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ജയ് റാവത്ത്. ശിവസേനയെ പിളർത്തി ജയിച്ചു എന്ന് താൽക്കാലികമായി ഫട്നാവിസും കൂട്ടരും കരുതുന്നുണ്ടായിരിക്കും. എന്നാൽ ആത്യന്തിക വിജയം തങ്ങളുടെ കൂടെയായിരിക്കുമെന്ന് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയിരിക്കുന്നു. വീണ്ടും മഹാരാഷ്ട്രയിൽ അഘാടി സഖ്യം അധികാരത്തിൽ വരും. BJPയുടെ സഖ്യം പൊളിയാൻ അധിക നാൾ വേണ്ട. എല്ലാം കള്ളത്തരത്തിലും കപടത്തരത്തിലും കെട്ടിപ്പടുത്ത ഒരു മുന്നണി സംവിധാനമാണ്. അതിനധികം ആയുസ് കാണില്ല എന്ന് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഞ്ജയ് റാവത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് മഹാവികാസ് അഘാടി സഖ്യം. ഉദ്ധവ് താക്കറെ മുന്നിൽ നിർത്തി സഞ്ജയ് റാവത്ത് നടത്തിയ പട ഭഗവാൻ കൃഷ്ണനെ എങ്ങനെയാണോ രഥം ഉരുട്ടാനുള്ള അവസരം ലഭിച്ചത്, അതുപോലെയായിരുന്നു അർജുനൻ കൃഷ്ണനെ കൃത്യമായി സഹായത്തിലെടുത്ത് വിശ്വാസത്തിലെടുത്ത് കുരുക്ഷേത്ര യുദ്ധം ജയിച്ചത്. അതുപോലെ തന്നെയായിരുന്നു അന്ന് ഉദ്ധവ് താക്കറെ സഞ്ജയ് റാവത്തിനെ വിശ്വാസത്തിലെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം ആദ്യമായി അണിഞ്ഞത്. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാനമുള്ള സംസ്ഥാനം, ഏറ്റവും വലിയ GDP ഉള്ള സംസ്ഥാനം, ആ മഹാരാഷ്ട്രയുടെ അധികാരം ശിവസേനയിലേക്ക് വന്നതിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്ന നേതാക്കളായിരുന്നു ഫട്നാവിസും ചന്ദ്രകാന്ത് പാട്ടീലുമെല്ലാം. അന്ന് അജിത് പവാർ BJPക്ക് അപ്രതീക്ഷിതമായി കൊടുത്ത പിന്തുണ പിൻവലിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറുകയാണ്. സുനേത്ര പവാർ ശത്രുപാളയത്തിലാണ് ചെന്ന് നിൽക്കുന്നതെന്നും ഇതിനധികം ആയുസ് ഉണ്ടാകില്ല എന്നും അത് പൊളിഞ്ഞടിങ്ങാൻ പോവുകയാണെന്നും എപ്പോഴാണ് ചന്ദ്രകാന്ത് പാട്ടീൽ അറസ്റ്റിലാകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും ഒക്കെ എന്തിനാണ് ഇങ്ങനെ സഞ്ജയ് റാവത്ത് പറയുന്നത്? ഉദ്ധവ് താക്കറെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു. ധാരാവിയിലെ കുടിയൊഴിപ്പിക്കൽ അദാനിക്ക് വേണ്ടിയാണെങ്കിലും ധാരാവി മാത്രമല്ല, മുംബൈയിൽ ഏതൊക്കെ മേഖല കുടിയൊഴിപ്പിച്ചാലും പാവങ്ങളുടെ അതുപോലെ ചേരികളിൽ താമസിക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും താൻ അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്.